ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യാറാക്കാം ക്യാരറ്റ് ഹൽവ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഹൽവ തയ്യാറാക്കുന്നതിനാവശ്യമായ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊന്ന് ആദ്യം കളഞ്ഞിട്ട് വരാം. അങ്ങനെ ഇത് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഇത് 4 ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇവിടെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ചൂടാകാൻ വെക്കുന്നത്. ചൂടായതിന് ശേഷം നമ്മൾക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം വഴറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ. നമ്മൾ നിർത്താതെ ഇളക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഇവിടെ ക്യാരറ്റ് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് പാലാണ് ഒഴിക്കുന്നത്. ഇത് 250 ml പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ക്യാരറ്റ് 4, അപ്പോൾ അതിനെ ഉപയോഗിക്കുന്ന പാൽ ഞാൻ 250 ml. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഇവിടെ ഇത് ഞാനിപ്പോൾ ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കുകയാണ്. ഇനി ഈ ക്യാരറ്റ് നന്നായിട്ട് പാലിൽ നിന്ന് തന്നെ വെന്ത് വരേണ്ടതുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് കുറച്ച് സമയമായി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന പാല് കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ ഇവിടെ തീ കുറച്ചിട്ടാണുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കുറേ കൂടി പാല് വറ്റിയിട്ടുണ്ട്. നമ്മളുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഈ ക്യാരറ്റിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയ്ക്ക് ഉരുകി വെള്ളം പോലെയായി വരുന്നത് കാണാം. പെട്ടെന്ന് തന്നെ അത് ഉരുകി വെള്ളം പോലെയായിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് ആക്കിയെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഇവിടെ മീഡിയം ഫ്ലെയിമിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടും പോകരുത്, ഇവിടെ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിപ്പോൾ ഒന്ന് വറ്റി വരേണ്ടതുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ക്യാരറ്റ് കുറച്ചൊന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അണ്ടിയും ബദാമും ചെറിയ പീസസ് ആയിട്ടാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്കിത് കുറച്ചുകൂടി ഒന്ന് വറ്റി വരുന്നവരൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതാ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് വാങ്ങി വെക്കാം. ഞാനിതാ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അല്ല തണുത്തിട്ടാണ് വേണ്ടതെങ്കിൽ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ട് കഴിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഐസ്ക്രീമും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായനെ. അപ്പോൾ എല്ലാവരും ക്യാരറ്റ് ഹൽവ ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ്സ് വഴി അറിയിക്കുക അഭിപ്രായങ്ങൾ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.